സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ മൂവാറ്റുപുഴയിൽ എൽ.ഡി.എഫിന് വൻ വിജയത്തിൽ എത്തിക്കുമെന്ന് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിക്കുന്ന എൻ. അരുൺ പ്രതികരിച്ചു. മാത്യു കുഴൽനാടൻ എം.എൽ.എ മണ്ഡലത്തിൽ പുതിയതായി യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്നും ഒരു പ്രൊജക്ട് സമർപ്പിക്കുവാൻ പോലും അദ്ദേഹത്തിനായിട്ടില്ലെന്നും എൻ. അരുൺ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 10 വർഷത്തിനിടെ മൂവാറ്റുപുഴയിൽ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇത്തവണ എൽ.ഡി.എഫിന് അനുകൂലമായ സാഹചര്യം മൂവാറ്റുപുഴയിൽ ഉണ്ടാക്കുമെന്ന് മൂവാറ്റുപുഴയിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ. അരുൺ MCV ന്യൂസിനോട് പ്രതികരിച്ചു. കാരണം ഒരിക്കലും കാണാത്ത രീതിയിലുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അതൊക്കെ അനുഭവിക്കുന്നവരാണല്ലോ മലയാളികൾ. മൂവാറ്റുപുഴയിൽ ഉൾപ്പെടെ എത്ര പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത്? നമ്മുടെ മൂവാറ്റുപുഴയിൽ ഉൾപ്പെടെ കാണുന്ന ഈ വികസന പ്രവർത്തനങ്ങളല്ല. ഇപ്പോൾ ഇന്നലെ തൻ്റേതാക്കി മാറ്റുവാൻ വേണ്ടി വിപുല ശ്രമം നടത്തുകയുണ്ടായല്ലോ നമ്മുടെ MLA മാത്യു കുഴൽനാടൻ. കിഫ്ബി പദ്ധതിയിലൂടെ മൂവാറ്റുപുഴയിൽ കൊണ്ടുവന്ന നഗരവികസന പദ്ധതി, അത്തരം പദ്ധതികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പദ്ധതികൾ ഈ കേരളത്തിൽ ഇപ്പോൾ നടന്ന് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ചർച്ചയാകുന്നത്. അത് തുടരാൻ ഇടതുപക്ഷം വേണമെന്ന ബോധ്യം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതുതന്നെയാണ് മൂവാറ്റുപുഴയിലെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യ ക്യാമ്പയിൻ. കഴിഞ്ഞ 5 വർഷം UDF MLA ആയ മാത്യു കുഴൽനാടൻ യാതൊരുവിധ പുതിയ പ്രൊജക്ടുകളോ പദ്ധതികളോ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടില്ലെന്നും ഓൺലൈൻ വഴിയുള്ള PR വർക്കുകൾ മാത്രമാണ് നടത്തിയതെന്നും അരുൺ കുറ്റപ്പെടുത്തി. മൂവാറ്റുപുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം ഒരു MLAയുടെ അസാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. മൂവാറ്റുപുഴ MLA മണ്ഡലത്തിലെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഒട്ടും സമയം ചെലവഴിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. നിയമസഭയിൽ അദ്ദേഹം ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി, ഈ മണ്ഡലത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു വാക്ക് ഉരിയാടിയതായി നമുക്കറിവില്ല. അദ്ദേഹത്തോട് ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അതിന് മറുപടിയില്ല. അദ്ദേഹം കിട്ടിയ സമയം മുഴുവൻ മുഖ്യമന്ത്രിയെ മോശം പറയുവാനും അതുപോലെ മണ്ഡലത്തിൻ്റെ പൊതുവികാരം രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ മണ്ഡലത്തിന് വേണ്ടി ഒന്നും തന്നെ ശബ്ദിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അതുപോലെ അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യം ഞങ്ങൾ കുറച്ച് കാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇദ്ദേഹം ഇപ്പോൾ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളുടെ ഭാഗമായി മൂവാറ്റുപുഴയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്നിട്ടുള്ള വിവിധ വികസന പദ്ധതികളുണ്ട്. അത് മൂവാറ്റുപുഴയിലുണ്ട്. സഖാവ് എൽദോ എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ മുൻകൈയിൽ കൊണ്ടുവന്ന നിരവധി പദ്ധതികളുണ്ട്. അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നടക്കുമ്പോൾ അത് തൻ്റേതാണ് എന്ന വ്യാജേന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുമുണ്ട്. അതിനുവേണ്ടി വലിയ PR വർക്ക് നടത്തുന്നുമുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, 5 വർഷക്കാലം അദ്ദേഹത്തിന് മൂവാറ്റുപുഴയെ പ്രതിനിധീകരിക്കാനുള്ള അവസരം കിട്ടി. ഒരു MLA എന്ന നിലയിൽ ഒരു പദ്ധതി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? പോട്ടെ, പദ്ധതി കൊണ്ടുവന്നില്ല എന്നുള്ളതല്ല, ഒരു പ്രോജക്റ്റ് ഗവൺമെന്റിന് മുൻപാകെ സമർപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? സമഗ്രമായ ഒരു വികസന പദ്ധതി മൂവാറ്റുപുഴയ്ക്ക് ഉണ്ടായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? 2021 കടന്നു വന്നപ്പോൾ എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ഉണ്ടായിരുന്നത്, എന്തെല്ലാം പ്രചാരവേലയാണ് ഉണ്ടായിരുന്നത്. ഹൈടെക് ആക്കും, എല്ലാ രീതിയിലും മൂവാറ്റുപുഴയുടെ സർവോന്മുഖമായിട്ടുള്ള വികസനം കൊണ്ടുവരും. അതിൻ്റെ ഒരു പദ്ധതി നടപ്പിലാക്കിയില്ല എന്നുള്ളതല്ല, ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കാൻ പോലും കഴിയാത്ത 5 വർഷക്കാലമാണ് കടന്നു പോകുന്നത്. സംസ്ഥാനത്തുടനീളം LDF ഗവൺമെന്റ് കാഴ്ചവെച്ച വികസന പ്രവർത്തനങ്ങൾ മൂവാറ്റുപുഴയിലും വലിയ രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. മൂവാറ്റുപുഴ നഗരവികസനവും സ്റ്റേഡിയവും KSRTC ബസ് സ്റ്റാൻഡുമെല്ലാം LDF ഗവൺമെന്റിന്റെ വികസനത്തിന്റെ ചെറിയ അംശം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. മികച്ച പ്രതീക്ഷയോടെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇലക്ഷനിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. പെൻഷൻ അടക്കമുള്ളവ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ തോതിൽ പ്രയോജനകരമാകുന്നുണ്ടെന്നും മണ്ഡലത്തിനായി പുതിയ വികസന പദ്ധതികൾ സർക്കാർ ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും എൻ. അരുൺ പറഞ്ഞു. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയാൻ ഇല്ലാത്തതിനാൽ എല്ലാവരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴത്തെ MLA നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിലവിൽ CPI എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് എൻ. അരുൺ. കേരള ലോ അക്കാദമിയിൽ നിന്ന് നിയമബിരുദവും ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദാനന്തര ബിരുദവും എൻ. അരുൺ നേടിയിട്ടുണ്ട്. AIYF സംസ്ഥാന പ്രസിഡന്റ്, CPI സംസ്ഥാന കൗൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുമ്പോഴാണ് CPI എറണാകുളം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. AISF സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം, AIYF ജില്ലാ സെക്രട്ടറി, AISF മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ്, AISF ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അരുൺ MG യൂണിവേഴ്സിറ്റി യൂണിയൻ സെക്രട്ടറിയായിരുന്നു. 2015 മുതൽ 2020 വരെയുള്ള കാലയളവിൽ എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ വാളകം ഡിവിഷനെ പ്രതിനിധീകരിച്ചു. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അംഗവുമാണ്. കഥാകൃത്ത്, സിനിമ, ഡോക്യുമെന്ററി, നാടക സംവിധായകൻ എന്നീ നിലകളിലും സജീവമാണ് എൻ. അരുൺ. ഡോക്യുമെന്ററികളും
ടെലിഫിലിമുകളുമായി 7 ചിത്രങ്ങൾ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട്. അവകാശികൾ എന്ന സിനിമ സംവിധാനം ചെയ്തു. റിയൽ വ്യൂ ക്രിയേഷൻസിന്റെ ബാനറിൽ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ, ഷെൽട്ടർ എന്നീ നാടകങ്ങളുടെ സംവിധാനവും അരുൺ നിർവഹിച്ചിട്ടുണ്ട്. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.